ദൈവികമായ രക്ഷയും കരുണയും നമ്മുടെ പേരിലുണ്ടായിരിക്കട്ടെ. അധ്യായം 2, സൂറത്ത് അൽ ബഖറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽമുത്തഖീൻ. അലിഫ് ലാം മീം. ആ ഗ്രന്ഥം, അതിൽ സന്ദേഹമേയില്ല, അത് മാർഗദർശനമത്രേ സൂക്ഷ്മത പാലിക്കുന്നവർക്ക്. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അതായത് അദൃശ്യത്തിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നവർ നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. നബിയെ, നിന്നിലേക്ക് ഇറക്കപ്പെട്ടതിലും നിന്റെ മുമ്പായി ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരും പരലോകത്തിലാകട്ടെ അവർ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യും. ഇവരാണ് സൂക്ഷ്മത പാലിക്കുന്നവർ. ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അക്കൂട്ടർ തങ്ങളുടെ രക്ഷിതാവെങ്കിൽ നിന്നുള്ള സന്മാർഗത്തിലാകുന്നു. അക്കൂട്ടർ തന്നെയാണ് വിജയികളും. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നിശ്ചയമായും അവിശ്വസിച്ചിട്ടുള്ളവർ, അവരെ നീ താക്കീത് ചെയ്തുവോ അല്ലെങ്കിൽ അവരെ താക്കീത് ചെയ്തില്ലയോ, രണ്ടായാലും അവരിൽ സമമാകുന്നു, അവർ വിശ്വസിക്കുന്നതല്ല. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. അവരുടെ ഹൃദയങ്ങളുടെ മേലും അവരുടെ കേൾവിയുടെ മേലും അല്ലാഹു മുദ്ര വച്ചിരിക്കുന്നു. അവരുടെ ദൃഷ്ടികളുടെ മേലുമുണ്ട് ഒരു തരം മൂടി. അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ട്. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. മനുഷ്യരിലുണ്ട് ചിലർ, അവർ പറയും, ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ വാസ്തവത്തിൽ സത്യവിശ്വാസികളല്ലതാനും. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. അവർ അല്ലാഹുവിനോടും വിശ്വസിച്ചവരോടും വഞ്ചന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ അവർ തങ്ങളെ തന്നെയല്ലാതെ വഞ്ചിക്കുന്നില്ലതാനും അവർ അത് അറിയുന്നില്ല. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. അവരുടെ ഹൃദയങ്ങളിലുണ്ട് ഒരുതരം രോഗം. എന്നിട്ട് അല്ലാഹു അവർക്ക് രോഗം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്, അവർ വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിത്തം. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ. അവരോട് നിങ്ങൾ ഭൂമിയിൽ നാട്ടിൽ നാശമുണ്ടാക്കരുത് എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, നിശ്ചയമായും ഞങ്ങൾ നന്മയുണ്ടാക്കുന്നവർ മാത്രമാകുന്നു എന്ന്. ألا إن
إنهم هم المفسدون ولكن لا يشعرون. അല്ല, അറിഞ്ഞേക്കുക, നിശ്ചയമായും അവർ തന്നെയാണ് നാശമുണ്ടാക്കുന്നവർ, എങ്കിലും അവർ അറിയുന്നില്ല. وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون. മനുഷ്യൻ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുവീൻ എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ഭോഷന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? അല്ല, അറിയുക, നിശ്ചയമായും അവർ തന്നെയാണ് ഭോഷന്മാർ, എങ്കിലും അവർക്ക് അറിഞ്ഞുകൂടാ. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ. വിശ്വസിച്ചവരെ അവർ കണ്ടുമുട്ടിയാൽ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തങ്ങളുടെ പിശാചുക്കളിലേക്ക് ചെന്ന് തനിച്ചായാൽ അവർ പറയുകയും ചെയ്യും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുന്നവർ മാത്രമാകുന്നു. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അല്ലാഹു അവരെ പരിഹസിക്കുന്നു, അവരുടെ അതിരുകവിയലിൽ അന്തം വിട്ട് അലഞ്ഞു നടക്കുമാറ് അവരെ അയച്ചുവിടുകയും ചെയ്യുന്നു. أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. അക്കൂട്ടർ സന്മാർഗത്തിന് പകരം ദുർമാർഗം വിലക്ക് വാങ്ങിയിട്ടുള്ളവരത്രേ, എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല, അവർ ഉദ്ദിഷ്ടമാർഗം പ്രാപിച്ചവരുമായതുമില്ല. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. അവന്റെ ഉപമ യാതൊരുവന്റെ മാതിരിയാകുന്നു. അവനൊരു തീ കത്തിച്ചുണ്ടാക്കി, എന്നിട്ട് അവന്റെ ചുറ്റുപാടിലുള്ളതിനെ അത് വെളിച്ചം നൽകിയപ്പോൾ അല്ലാഹു അവരുടെ അവിടെയുള്ളവരുടെ പ്രകാശം കൊണ്ടുപോയി കണ്ണു കാണാത്ത നിലയിൽ അന്ധകാരങ്ങൾ കൂരിരുട്ടിൽ അവൻ അവരെ വിട്ടേക്കുകയും ചെയ്തു. ബധിരന്മാർ, ഊമകൾ, അന്ധന്മാർ ആകയാൽ അവർ മടങ്ങുകയില്ല. أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين. അല്ലെങ്കിൽ അവരുടെ ഉപമ ആകാശത്ത് നിന്ന് ഒഴുകി വരുന്ന ഒരു പെരുമഴ പോലെയാകുന്നു. അതിൽ അന്ധകാരങ്ങളും കൂരിരുട്ടും ഇടിയും മിന്നലുമുണ്ട്. ഇടിവാളുകൾ നിമിത്തം മരണത്തെ ഭയന്ന അവർ, ആ മഴയിൽപ്പെട്ടവർ, തങ്ങളുടെ വിരലുകളെ തങ്ങളുടെ ചെവികളിലിടുന്നു. അല്ലാഹു അവിശ്വാസികളെ വലയം ചെയ്യുന്നവനാകുന്നു. يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل
شيء قدير. മിന്നൽ അവരുടെ കാഴ്ചകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. അതവർക്ക് വെളിച്ചം നൽകുമ്പോഴൊക്കെ അവരതിൽ നടക്കും. അതവരിൽ ഇരുട്ടാക്കിയാൽ അവർ നിന്നേക്കുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവിയും അവരുടെ കാഴ്ചകളും അവൻ കൊണ്ടുപോവുക, എടുത്തു കളയുക തന്നെ ചെയ്യുമായിരുന്നു. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവരാകുന്നു. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുവീൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അതായത്, ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പും ആകാശത്തെ ഒരു കെട്ടിടവും അഥവാ മേൽപ്പുരയുമാക്കി തന്നിട്ടുള്ളവൻ, ആകാശത്തിൽ നിന്ന് അവൻ വെള്ളം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അതുമൂലം നിങ്ങൾക്ക് ആഹാരത്തിന്റെ ഫലങ്ങളിൽ നിന്നും പലതും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. ഞങ്ങളുടെ അടിയാന്റെ മേൽ നാം അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾ വല്ല വിധേയനെയും സന്ദേഹത്തിലാണെങ്കിൽ അതുപോലെയുള്ള ഒരു സൂറത്ത് അധ്യായം നിങ്ങൾ കൊണ്ടുവരുവീൻ. അള്ളാഹുവിന് പുറമേ ഉള്ള നിങ്ങളുടെ സാക്ഷികളെ, സഹായികളെ നിങ്ങൾ വിളിക്കുകയും ചെയ്തു കൊള്ളുവീൻ. നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ. فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. എന്നിട്ടും നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ല തന്നെ. എന്നാൽ നിങ്ങൾ യാതൊരു നരകത്തെ സൂക്ഷിച്ചു കൊള്ളണം. അതിൽ കത്തിക്കപ്പെടുന്നത് അതിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാകുന്നു. അത് അവിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. നബിയെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് നീ സന്തോഷമറിയിക്കുകയും ചെയ്യുക. അടിഭാഗത്തിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗങ്ങൾ അവർക്കുണ്ടെന്ന്, അതിൽ നിന്ന് അവർക്ക് ഏതൊരു ഫലവും ആഹാരമായി നൽകപ്പെടുമ്പോഴെല്ലാം അവർ പറയും, ഇത് മുമ്പ് നമുക്ക് നൽകപ്പെട്ടതാണ് എന്ന്. അതിനെ അവർക്ക് പരസ്പര സാദൃശ്യമുള്ളതായി കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്കതിൽ പരിശുദ്ധമാക്കപ്പെട്ട കിണറുകളുണ്ടായിരിക്കും. അവർ അവിടത്തിൽ നിത്യവാസികളുമാകുന്നു. إن الله لا يستحيي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق
من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. നിശ്ചയമായും ഏതൊന്നിനെയും ഉപമയാക്കി കാണിക്കുവാൻ അല്ലാഹു ലജ്ജിക്കുകയില്ല. അതൊരു കൊതുവാകട്ടെ, അതിന്റെ മീതെ ഉള്ളവതാകട്ടെ. എന്നാൽ വിശ്വസിച്ചവരാകട്ടെ അത് ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള യാഥാർത്ഥ്യമാണെന്ന് അവർക്കറിയുന്നതാണ്. അവിശ്വസിച്ചവരാകട്ടെ അവർ പറയും, ഇതുകൊണ്ട് എന്തൊരു ഉപമയാണ് അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെ, അതുകൊണ്ട് അവൻ വളരെ ആളുകളെ വഴിവിഴപ്പിലാക്കുന്നു. അതുകൊണ്ട് വളരെ ആളുകളെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അതായത് യാതൊരു കൂട്ടരെയല്ലാതെ അല്ലാഹുവിന്റെ ഉത്തരവ് അഥവാ അവനോടുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം അതിനെ അവർ ലംഘിക്കുന്നു. ചേർക്കപ്പെടുവാൻ അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളതിനെ അവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു. ഭൂമിയിൽ അവർ നാശമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇവരെ മാത്രമേ വഴിവിഴപ്പിലാക്കുകയുള്ളൂ. അക്കൂട്ടർ തന്നെയാണ് നഷ്ടക്കാർ. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. ഇങ്ങനെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കും. നിങ്ങൾ നിർജീവികളായിരുന്നു, എന്നിട്ട് നിങ്ങളെ അവൻ ജീവിപ്പിച്ചിരിക്കുന്നുവെന്നിരിക്കെ പിന്നെ അവൻ നിങ്ങളെ മരണപ്പെടുത്തുന്നു. പിന്നെ വീണ്ടും അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നു. പിന്നെ അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നു. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. അവനത്രേ നിങ്ങൾക്ക് ഭൂമിയിലുള്ളത് മുഴുവനും സൃഷ്ടിച്ചു തന്നവൻ. പിന്നെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു അവയെ 7 ആകാശങ്ങളാക്കി ശരിപ്പെടുത്തിയിരിക്കുന്നു. അവൻ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാകുന്നു. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ. നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്തുവാൻ പോകുന്നുവെന്ന് അവർ പറഞ്ഞു. അതിൽ നാശമുണ്ടാക്കുകയും രക്തം ചീന്തുകയും ചെയ്യുന്നവരെ നീ അതിൽ ഏർപ്പെടുത്തുകയോ? ഞങ്ങൾ നിന്നെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യുകയും നിനക്ക് തഖ്ദീസ് നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ പറഞ്ഞു, നിശ്ചയമായും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് എനിക്ക് അറിയാം. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അവൻ അല്ലാഹു ആദമിനെ പേരുകളെല്ലാം പഠിപ്പിച്ചു. പിന്നെ അവരെ ആ പേരുകളുള്ള വസ്തുക്കളെ മലക്കുകൾക്ക് കാണിച്ചിട്ട് അവൻ പറഞ്ഞു, ഇവരുടെ പേരുകളെപ്പറ്റി നിങ്ങൾക്ക് എനിക്ക് വിവരം പറഞ്ഞു തരുവീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അവർ പറഞ്ഞു, നീ മഹാപരിശുദ്ധൻ,
നിനക്ക് സ്തോത്രകീർത്തനം. നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. നിശ്ചയമായും നീ തന്നെ സർവജ്ഞനും അഗാധജ്ഞനുമായുള്ളവനാണ്. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. അവൻ അല്ലാഹു പറഞ്ഞു, ആദമേ, അവർക്ക് ഇവരുടെ ഈ വസ്തുക്കളുടെ പേരുകളെപ്പറ്റി പറഞ്ഞുകൊടുക്കുക. അങ്ങനെ അദ്ദേഹം അവർക്ക് അവരുടെ പേരുകളെപ്പറ്റി പറഞ്ഞുകൊടുത്തപ്പോൾ അവൻ അല്ലാഹു പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, നിശ്ചയമായും ഞാൻ ആകാശഭൂമികളിലെ അദൃശ്യം അറിയുമെന്ന്. നിങ്ങൾ വെളിവാക്കുന്നതും നിങ്ങൾ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ അറിയുന്നവനാണ്. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവീൻ എന്ന് ഞാൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്നിട്ട് അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതിച്ചു, അഹംഭാവം നടിക്കുകയും ചെയ്തു. وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ وَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ. ആദമിനോട് നാം പറയുകയും ചെയ്തു, ആദമേ, നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചുകൊള്ളുക. അതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിടത്തു നിന്ന് സുഭിക്ഷമായി രണ്ടാലും ഭുജിച്ചുകൊള്ളുക. ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കുകയും അരുത്, എന്നാൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളിൽപ്പെട്ടവരായിത്തീരും.